നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ കടുത്ത മത്സരം കാഴ്ചവെക്കാൻ മുന്നണികൾ. തലസ്ഥാനത്ത് UDF ലക്ഷ്യമിടുന്നത് 7 മുതൽ 9 സീറ്റുകൾ വരെയാണ്. വട്ടിയൂർക്കാവ്, അരുവിക്കര, തിരുവനന്തപുരം, കോവളം എന്നീ മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാണെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഭൂരിഭാഗം മണ്ഡലങ്ങളിലും സിറ്റിംഗ് MLA-മാരെ തന്നെ കളത്തിലിറക്കി സീറ്റ് നിലനിർത്താനാണ് LDFന്റെ നീക്കം. നിലവിലുള്ള 13 സീറ്റുകളിൽ 10 സീറ്റുകൾ നിലനിർത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിലൂടെ തലസ്ഥാനത്ത് 4 സീറ്റുകൾ നേടാൻ കഴിയുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. ഹരിമോഹനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഹരി, എന്തൊക്കെയാണ് പ്രതീക്ഷകളും നീക്കങ്ങളും? ശ്രുതി, 14 സീറ്റുകളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. പക്ഷെ അതിൽ 13ഉം LDF-നൊപ്പമാണ്. ഒരേ ഒരു സീറ്റ് മാത്രം, അതായത് കോവളം സീറ്റ് മാത്രമാണ് UDF-നൊപ്പമുള്ളത്. പക്ഷേ ഈ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു അലയൊലിയൊക്കെ തന്നെ നിലനിൽക്കും. ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കും എന്നുള്ള ഒരു വിലയിരുത്തലാണ് UDF-നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 4 സീറ്റിൽ വിജയം ഉറപ്പാണ്. 7 മുതൽ 9 സീറ്റ് വരെ പ്രതീക്ഷ വെക്കുന്നുമുണ്ട് എന്നുള്ളതാണ് UDF ക്യാമ്പിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ. അതിൽ കോവളം നിലനിർത്തും, അതായത് നിലവിലുള്ള ഏക സിറ്റിംഗ് സീറ്റായിട്ടുള്ള കോവളം നിലനിർത്തും. തിരുവനന്തപുരം, അരുവിക്കര അടക്കമുള്ള മണ്ഡലങ്ങൾ പിടിച്ചെടുക്കും. വട്ടിയൂർക്കാവും പിടിച്ചെടുക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് UDF-നുള്ളത്. കെ മുരളീധരൻ അടക്കമുള്ള സ്ഥാനാർത്ഥികളെ കൂടി പരിഗണനയ്ക്ക് എടുത്തുകൊണ്ടുകൂടിയാണ് വട്ടിയൂർക്കാവിലെ പ്രചാരണമൊക്കെ തന്നെ ഇപ്പോൾ ഇതിനോടകം തന്നെ UDF നടത്തുന്നത്. അതേസമയം LDF-ന്റെ ഭാഗത്തുനിന്ന് അവർ ഇപ്പോൾ നിലവിലുള്ള 13 സീറ്റുകൾ, ആ 13 സീറ്റുകളിൽ 10 സീറ്റുകളും ഉറപ്പാണ് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് എത്തിയിരിക്കുന്നത്. ബാക്കി സീറ്റുകളും പിടിക്കാം, അതായത് ബാക്കിയുള്ള 4 സീറ്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. അതുകൂടി ലഭിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം, സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രചാരണം നടത്തിക്കൊണ്ട് ആ സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് LDF മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ 10 സീറ്റുകൾ ഉറപ്പാണ് എന്നുകൂടിയാണ് LDF ക്യാമ്പ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ BJP 4 സീറ്റുകൾ തലസ്ഥാനത്ത് ലക്ഷ്യം വെക്കുന്നുണ്ട്. 4 സീറ്റുകളിൽ ഏറെക്കുറെ 2 സീറ്റുകളിൽ, അതായത് 4 സീറ്റുകളിൽ 2 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു. അതിലൊന്ന് ഒരു സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്തിൽ മത്സരിക്കുമെന്ന് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറ്റൊന്ന് കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്ത് V മുരളീധരൻ തന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. അതൊരു ഔദ്യോഗിക പ്രഖ്യാപനമായി മാറിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലവും ഒപ്പം തന്നെ വരുന്നൊരു പ്രധാനപ്പെട്ട മണ്ഡലം വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിൽ ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ തർക്കങ്ങൾ ഒപ്പം തന്നെ അതൃപ്തിയൊക്കെ നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്നുള്ളതുകൊണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകാനാണ് NDA അല്ലെങ്കിൽ BJP ഉദ്ദേശിക്കുന്നത്. എന്തായാലും തലസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ രീതിയിൽ 3 മുന്നണികളും പ്രതീക്ഷ വെക്കുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ ഒരു അപ്രമാദിത്വം അവസാനിപ്പിച്ചുകൊണ്ട് തുടർച്ചയായി കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുന്ന ഒരു LDF രീതി അവസാനിപ്പിച്ചുകൊണ്ട് UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും BJP ഭരണം പിടിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഈ 3 മുന്നണികളും ഒരേ നിലയിൽ ഉള്ളൊരു പ്രതീക്ഷ വെക്കുന്നത്. എന്തായാലും UDF ക്യാമ്പ് പറയുന്നത് കഴിഞ്ഞ തവണ 13 സീറ്റുകൾ നേടിയതുപോലെയുള്ള ഒരു സാഹചര്യം, LDF-ന്റെ ഒരു സാഹചര്യം ഇത്തവണ ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. അതിനുവേണ്ടിയാണ് നേരത്തെ തന്നെ കാലേക്കൂട്ടി തന്നെയുള്ള പ്രവർത്തനങ്ങൾ തലസ്ഥാനത്ത് തുടങ്ങിയത്. പ്രത്യേകിച്ച് കെ മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ നേതൃത്വം നൽകിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രവർത്തനം നടത്തി. അതിൽ വലിയ രീതിയിൽ മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് ഈ പ്രതീക്ഷ വെക്കുന്ന തിരുവനന്തപുരവും വട്ടിയൂർക്കാവും അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനും UDF-ന് ആയിട്ടുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസിനായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ഗുണകരമാക്കുക. തലസ്ഥാനം ആയതുകൊണ്ട് തന്നെ സർക്കാർ വിരുദ്ധ സമരങ്ങളൊക്കെ തന്നെ, സർക്കാരിനെതിരായിട്ടുള്ള സമരങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ഒപ്പം കോർപ്പറേഷനിൽ ഇപ്പോൾ ഒരു സീറ്റുകളിൽ വലിയ രീതിയിലുള്ള വർധനവ് നേടിയതുകൊണ്ട് ഈ വരും ദിവസങ്ങളിൽ ആ രീതിക്കുള്ള പ്രവർത്തനം, അതായത് കൌൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് UDF ഉദ്ദേശിക്കുന്നത്. അതേസമയം ഭരണം പിടിച്ചത് വലിയ രീതിയിൽ ആയുധമാക്കുക, അത് പ്രചാരണം ആയുധമാക്കുക എന്നുള്ളതാണ് BJP ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ തലപ്പത്ത് വരിക എന്നുള്ളത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായി കഴിഞ്ഞു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നിലവിൽ BJP ഉദ്ദേശിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ രംഗത്തെത്തുള്ളത്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.